നമസ്കാരം. വർക്കല പാപനാശം ഹെലിപ്പാഡ് കുന്നിൻ മുകളിൽ നിന്ന് യുവതി താഴേക്ക് ചാടിയ സംഭവത്തിൽ വഴിത്തിരിവ്. താൻ കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന തിരുനെൽവേലി സ്വദേശികളായ ബസന്ത്, കാന്തൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. കൂട്ടബലാത്സംഗ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കൂട്ടുപ്രതി ദിനേശൻ ഒളിവിലാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയുടെ മൊഴി വർക്കല പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45-ഓടെയാണ് സംഭവം. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനി കടലിലേക്ക് ചാടുകയായിരുന്നു. പുതുവത്സരം ആഘോഷിക്കാനായിട്ടാണ് യുവതിയുടെ ആൺ സുഹൃത്ത് ബസന്ത് ഉൾപ്പെടെ 3 യുവാക്കളോടൊപ്പം യുവതി കാറിൽ സ്ഥലത്തെത്തിയത്. ഇവർക്കൊപ്പം ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിൽക്കവെ യുവതി ഓടി താഴേക്ക് ചാടുകയായിരുന്നു. ഹെലിപ്പാഡിനടുത്തുള്ള ടൂറിസം പോലീസിന്റെ എയ്ഡ് പോസ്റ്റിന് സമീപത്ത് നിന്നാണ് യുവതി താഴേക്ക് ചാടിയത്. ഏകദേശം 30 അടി താഴ്ചയിലേക്കാണ് യുവതി വീണത്. കടലിലേക്ക് ചാടിയ യുവതിയെ രക്ഷിക്കാൻ ഉടൻ തന്നെ ശ്രമം നടത്തുകയായിരുന്നു. നാട്ടുകാരും ലൈഫ് ഗാർഡുകളും ടൂറിസം പോലീസും ചേർന്ന് യുവതിയെ ഗുരുതര പരിക്കുകളോടെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും തുടർ ചികിത്സയ്ക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. യുവതിയുടെ ഇരു കൈകൾക്കും ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. പോലീസ് എത്തി ഇവരുടെ മൊഴിയെടുത്തപ്പോഴാണ് താൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് ഇവർ മൊഴി നൽകിയത്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. മൊഴിയെടുത്ത ശേഷം പരാതിക്കാരിയെ തമിഴ്നാട്ടിലേക്ക് മാറ്റി. ക്രൂരമായ പീഡനമാണ് തനിക്ക് സംഭവിച്ചതെന്നും ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. സൗഹൃദത്തിലായിരുന്ന യുവാവിനൊപ്പം എത്തിയ തന്നെ ജ്യൂസിൽ ലഹരി നൽകിയെന്നും പലയിടങ്ങളിൽ കൊണ്ടുപോയി 4 ദിവസത്തോളം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യാ ശ്രമമെന്ന് കണക്കാക്കിയിരുന്ന കേസിലാണ് യുവതിയുടെ മൊഴി നിർണായകമായത്. മദ്യവും ഇവർ നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചതായി യുവതി പറയുന്നു.